ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. മത്തങ്ങ പയർ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. സദ്യ സ്പെഷ്യലായിട്ടും അല്ലാതെ സാധാരണ ദിവസങ്ങളിലായാലും വീട്ടിൽ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് ഏറ്റവും രുചിയിൽ എന്നാൽ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് കാണാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 500 ഗ്രാം മത്തങ്ങ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് വൻപയറാണ്. 1 കപ്പ് വൻപയർ 3 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണിത്. ഇനി ആദ്യം തന്നെ കുതിർത്തി വെച്ച പയർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പയർ മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു 3 വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. പയർ വേവായിട്ട് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരവിയത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 പച്ചമുളക്, 3 ചെറുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം എന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ മതിയാവും. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. പയർ നല്ല പോലെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കറിൽ തന്നെ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങ ആവശ്യത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോയിട്ടുമില്ല. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അരപ്പ് പച്ചമണമൊക്കെ മാറി ഒന്ന് വേവായിട്ട് വരുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഇതുപോലെ ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു പ്രധാന കാര്യം ചെയ്യാനുണ്ട്. വറുത്ത് ചേർക്കണം. എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിന് രുചി കൂട്ടുന്നത് ഇങ്ങനെ വറുത്ത് ചേർക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയത് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. നാളികേരം ഈ ഒരു കളറിൽ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടി മൂപ്പായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി. ഇതിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി പോലെ തോന്നും. പക്ഷേ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാൻ. എന്നാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇനി എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.